മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തില് ഞാൻ സംഘിയാണെന്ന് അഭിമാനത്തിൽ വിളിച്ചു പറയുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ചത് യുവാക്കൾക്കിടയിലാണ് വലിയ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം. ഇതൊക്കെ കേരളത്തിലെ സകല മോദി വിരുദ്ധരും എങ്ങനെയാണ് സഹിക്കുക? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് രംഗത്തെത്തിയിട്ടുള്ളത് ബിഗ് ബോസ് താരമായിട്ടുള്ള ഡോക്ടർ റോബിനാണ്. ഇതൊക്കെ വിളിച്ചു പറഞ്ഞതിന് ഞാൻ സംഖ്യയാണെന്ന് അഭിമാനത്തിൽ വിളിച്ചു പറയുന്നുണ്ട്. ആ ഒരു ഭാഗമാണ് നമ്മളിവിടെ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെറിവിളികളുമായിട്ടൊക്കെ ആളുകൾ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അത്തരം ആളുകളെയും നമുക്ക് ഈ വീഡിയോയിൽ തുറന്നു കാണിക്കാം. ആദ്യം നിങ്ങൾ റോബിൻ പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. നമസ്കാരം, ഞാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള ശ്രീ രാജീവ് ചന്ദ്രശേഖർ സാറുമായിട്ടുള്ള ഒരു ഫോട്ടോ എന്റെ ഇൻസ്റ്റാഗ്രാം ഒഫീഷ്യൽ അക്കൗണ്ടിൽ ഞാനൊന്ന് പോസ്റ്റ് ചെയ്തു ഒരു ദിവസം മുന്നേ. ക്യാപ്ഷൻ വന്നിട്ട് സാറിന്റെ പേര് എഴുതിയിട്ട് ഒരു ഹാർട്ട് മാത്രമാണ് ഇട്ടിരുന്നത്. ഓക്കെ, സോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്റെ കമന്റ് സെക്ഷനും എന്റെ ഡയറക്ട് മെസ്സേജും കംപ്ലീറ്റ് ആയിട്ട് ഹേറ്റ്, കംപ്ലീറ്റ് നെഗറ്റിവിറ്റി. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തെറിവിളി, പച്ചത്തെറി. ഒരുപാട് പേര് ഭീഷണിപ്പെടുത്തുന്ന അക്കൗണ്ട്സ് എല്ലാം ഞാൻ നോക്കിയായിരുന്നു. നിങ്ങൾ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഞാനങ്ങ് പേടിച്ചു. ഞാൻ കൊച്ചു കുട്ടിയാണല്ലോ പേടിക്കാൻ വേണ്ടി. ഞാൻ ചോദിച്ചോട്ടെ, എന്താണ് നിങ്ങളുടെയൊക്കെ പ്രശ്നം? എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഓരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും അല്ലേ? ഞാൻ ഒരിക്കലും നിങ്ങളുടെ ഇഷ്ടങ്ങളെ ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ എന്റെ ഇഷ്ടങ്ങൾ നിങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിക്കാനോ ഞാൻ വരുന്നില്ല. എന്റെ ഇഷ്ടങ്ങൾ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമാണ്. എന്റെ കാഴ്ചപ്പാടുകളും എന്റെ നിലപാടും അതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആരെ ഇഷ്ടപ്പെടണം, ആരെ സപ്പോർട്ട് ചെയ്യണം, ഇതെല്ലാം എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അല്ലേ? ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു റോബിൻ സംഘിയാണ്, ചാണകമാണ്, ചാണകത്തി ചവിട്ടി, ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള ഇഷ്ടമല്ലേ ഞാൻ ആരാ ഇഷ്ടപ്പെടണമെന്ന്. ഈ സെക്കൻഡിൽ ഞാൻ പറയും, എനിക്ക് ബി.ജെ.പി എന്ന് പറഞ്ഞൊരു പാർട്ടിയിൽ അംഗത്വം പോലും ഇല്ല. പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നു, എനിക്ക് ബി.ജെ.പി എന്ന് പറഞ്ഞൊരു പാർട്ടി എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ശ്രീ നരേന്ദ്രമോദി സാറിനെ ഇഷ്ടമാണ്. കാരണം പുള്ളിക്കാരൻ വൺ ഓഫ് ദി പവർഫുൾ പേഴ്സൺ ഇൻ ദി വേൾഡ് ആണ്. ഒരു പവർഫുൾ ഹ്യൂമൻ ബീയിങ് ആണ്. എനിക്ക് പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് പുള്ളിക്കാരൻ. അത് കാരണം എനിക്ക് ബി.ജെ.പി പാർട്ടിയും ഇഷ്ടമാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ല, ഞാൻ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതുകൊണ്ട് ഞാൻ അഭിമാനത്തോടെ ഞാൻ പറയും, ഞാനൊരു സംഖ്യയാണ്. എന്താ പ്രശ്നം? നിങ്ങൾ കേട്ടില്ലേ എന്താണ് പ്രശ്നം? ഇവിടെ സകല ജിഹാദികളും സുഡാപ്പികളും സകല മോദി വിരുദ്ധർ, ഇടത് വലത് കേന്ദ്രങ്ങൾ ഇവരൊന്നൊന്നായിട്ട് ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയിട്ട് ഞാനിവിടെ ഒരു ഫോട്ടോ കൊടുത്ത് കണ്ടില്ലേ? ഡോക്ടർ റോബിനോ രാജീവ് ചന്ദ്രശേഖർ ഒരുമിച്ച് ഒരു ഫോട്ടോ ഇട്ടതിന് വലിയ പച്ച തെറിവിളികളാ, വലിയ തെറിവിളികള്. ഈ പേടിപ്പിച്ചാൽ അങ്ങ് പേടിക്കുന്നവരല്ലേ പേടിക്കോ? നിലപാടുള്ളവരത് തുറന്നു പറയൂ. അതാണ് ഇപ്പൊ റോബിൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയൊരു രസം എന്ന് പറയുന്നത്, ഈ ബി.ജെ.പി വിരുദ്ധർ ഇവിടെ പറഞ്ഞു നടക്കുന്നത് എന്താ? ജനാധിപത്യത്തിന്റെ കാവലാൾ, മതേതരത്വത്തിന്റെ കാവലാൾ, ഇവരൊരു പുല്ലുമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എന്താ? റോബിന് രാജീവ് ചന്ദ്രശേഖറിന്റെ ഒപ്പമുള്ള ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് എന്തിനാ ഇദ്ദേഹത്തെ തെറി വിളിക്കുന്നത്? എന്തിനാ റോബിനെ തെറി വിളിക്കുന്നത്? ഇവിടെ പിണറായി വിജയന്റെ കൂടെ, രമേശ് ചെന്നിത്തലിന്റെ കൂടെ, സതീശന്റെ കൂടെ, പാണക്കാട് തങ്ങളുടെ കൂടെയൊക്കെ ഫോട്ടോ ആരെങ്കിലും ഇട്ടാലേ ഇവിടെ ആരെങ്കിലും തെറി വിളിച്ചു വരുന്നുണ്ടോ? ഇല്ലല്ലോ. പാണക്കാട് തങ്ങൾക്കൊപ്പിട്ടാലോ വലിയ കയ്യടികളാണല്ലോ. അപ്പൊ രാജീവ് ചന്ദ്രശേഖരോ ബി.ജെ.പി നേതാക്കന്മാരുടെ ഒപ്പം ഏതെങ്കിലും സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകൾ ഒരു ഫോട്ടോ ഇട്ടാൽ അവരെ അങ്ങ് തെറി വിളിച്ചൊതുക്കുന്ന കാലൊക്കെ കേരളത്തിൽ കഴിഞ്ഞു. നിങ്ങൾ സംഘി എന്ന് വിളിച്ചാൽ അത് അഭിമാനത്തിൽ ഏറ്റുപിടിച്ച് നിങ്ങൾ ഇതൊക്കെ ചൊറിഞ്ഞ് വാങ്ങിയതല്ലേ? കേരളത്തിലെ സകല മോദി വിരുദ്ധരെ കൂടി ചൊറിഞ്ഞ് ഇരന്ന് വാങ്ങിയതല്ലേ? ഇത് ഞെട്ടിച്ചതാ. രാജീവ് ചന്ദ്രശേഖരോ റോബിനും കൂടി ഒപ്പമുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ട് ഒന്ന് ഞെട്ടിച്ചോക്കിയാ. ഞെട്ടുന്നവരല്ലേ ഞെട്ടോ? റോബിൻ ഇറങ്ങി നിലപാട് പ്രഖ്യാപിച്ചു, ബി.ജെ.പിക്ക് ഒപ്പമാണെന്നാ ഈ പ്രഖ്യാപിച്ചിട്ടുള്ളത്. യജ്ജാതി തെറിവിളികളാ ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ നടക്കുന്നുണ്ട്, അൺഫോളോ അടിക്കുന്നത്. ഇവിടെ കുറെ ഈ സുഡാപ്പികളുടെയും ജിഹാദികളുടെയൊക്കെ ഞാൻ കുറച്ച് ഉദാഹരണം ഒന്ന് ഇവിടെ കൊടുക്കാം. ഇവരൊക്കെ ആരെയായി ഞെട്ടിക്കുന്നത്? കേരളമൊക്കെ മാറുകയാണ്. ഈ സംഖ്യ, ഈ ബി.ജെ.പി ആയാൽ ഒറ്റപ്പെടുത്തുക എന്നൊരു തന്ത്രമാണ് ഈ പറയുന്ന ജിഹാദി, ഈ സംഭവം സകല ടീമും കൂടി നടത്തുന്നത്. ഒറ്റപ്പെടുത്തുക. ഒരാൾക്ക് ബി.ജെ.പി പൊളിറ്റിക്സോ നരേന്ദ്രമോദിയെ ഇഷ്ടം, നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോയോ പോസ്റ്റ് ചെയ്താൽ ഇവിടെ ഒരു ഒറ്റപ്പെടുത്തലാ. ആ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞ മക്കളെ. നിങ്ങൾ ആരെയായി പേടിപ്പിക്കും? നിങ്ങൾ കണ്ടോ, ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനും വന്നിട്ടുള്ളതാണ് ആദ്യത്തെ കമന്റാ. അപ്പോൾ ആ സൂര്യൻ അണയാൻ പോവുകയാണ് സുഹൃത്തുക്കളെ, അൺഫോളോ. 793 ആളൊക്കെ വന്നിട്ടാണ് ഈ പറയുന്ന ലൈക്കൊക്കെ ചെയ്യുന്നത്. അടുത്തതാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ആരെ ഇഷ്ടപ്പെടണം വേണ്ട എന്നുള്ളത് വ്യക്തിപരമായ തീരുമാനമാണ്. സോ ഇറ്റ്സ് ടൈം ടു അൺഫോളോ എന്ന് പറഞ്ഞ് അതിന് 1535 ലൈക്കുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത കമന്റാണ് അൺഫോളോ ബട്ടൺ. ഇതിപ്പോ ഈ ഇദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ഒരുപാട് ആള് വന്ന് ചെയ്യുന്നുണ്ട്.
നിങ്ങൾ ഈ അൺഫോളോ ക്യാമ്പയിൻ എന്നതിന് കേരളത്തിൽ ഒരു പുല്ലുമില്ല. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും നിങ്ങളെ ഈ പറയുന്ന സുഡാപ്പികളും ജിഹാദികളൊക്കെ ഫോളോ ചെയ്യുന്നതിനും അന്തസ്സല്ലേ? അത്തരം ആളുകൾ ഫോളോ ചെയ്യാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് 10 ലക്ഷം ആളുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ 10,000-2,000 ആള് പോയാൽ ഇവിടെ ഒരു ചുക്കും സംഭവിക്കൂല. അതാ യാഥാർത്ഥ്യം. ഏതായാലും റോബിന് രംഗത്തെത്തിയിട്ട് വലിയ പ്രഖ്യാപനം തന്നെയാണ് നടത്തിയത്. യഥാർത്ഥത്തില് സകല മോദി വിരുദ്ധരുടെയും മണ്ടക്കാണ് കിട്ടിയിട്ടുള്ളത്. മാത്രമല്ല, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഒപ്പമുള്ള ഫോട്ടോ ഇട്ടതിന്റെ 1-2 കമന്റുകൾ കൂടി ഇവിടെ കൊടുക്കാം. ആഹാ, ഞാൻ വായിക്കുന്നില്ല. ഡേഷ് ഡോക്ടറാണോ റോബിൻ? ഡേഷ് വായിക്കാൻ പറ്റില്ല. അത്രയും പച്ചത്തറികൾ. അങ്ങനെ ഒരുപാട് ആളുകൾ ഒക്കെ സുഡാപ്പി ടൈപ്പ് ടീമാണ് വന്നിട്ട് ഇങ്ങനെ നിങ്ങളെ ഈ ഒറ്റപ്പെടുത്തലും തെറിവിളികൾക്കൊക്കെ പുല്ലുവില. നിങ്ങൾ ഈ പറയുന്ന BJP അനുകൂല അല്ലെങ്കിൽ സംഘീയ പറയുന്ന മോദി നല്ലതാണെന്ന് പറയുന്ന ആളുകളെ ഒറ്റപ്പെടുത്തി ലാസ്റ്റ് ലോകം മൊത്തം ആളുകൾ വെറുക്കുന്നത് പോലെ ജിഹാദികളെയും നമ്മുടെ കേരളത്തില് ബോധമുള്ള പൊതുസമൂഹം ഒറ്റക്കെട്ടായിട്ട് പുച്ഛിച്ചു തള്ളും. ഒരു തർക്കമില്ലാത്ത വിഷയം. നമ്മുടെ ചാനലിലൂടെ നിരന്തരം നമ്മുടെ കേരളത്തിൽ വലിയ മാറ്റമാണ് വരാൻ പോകുന്നത്, കേരളം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കും, ഇതൊക്കെ പറയുമ്പോഴേക്ക് നമുക്കെതിരെ വലിയ ഭീഷണികള്. ഇത് കേരളത്തിൽ സുഡാപ്പി ജിഹാദി തീവ്ര ചിന്താഗതിക്കാരുടെ ഒരു കൂട്ടായ്മ ഉണ്ട്. ഏത് സംഘടന, ജമാഅത്തെ ഇസ്ലാമി ആയിക്കൊള്ളട്ടെ, മുസ്ലിം ലീഗ് ആയിക്കൊള്ളട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന SDP ആയിക്കൊള്ളട്ടെ, ഇവരൊക്കെ ഒരു ടീമായിട്ട് നിന്നിട്ട് ഏതെങ്കിലും ഒരാൾ മോദി നല്ലതാണ് അല്ലെ രാജീവ് ചന്ദ്രശേഖർ ചെയ്ത നന്മയെ കുറിച്ച് പറഞ്ഞാൽ ഒപ്പം മുതൽ ഭീഷണിയും ഒറ്റപ്പെടുത്തൊക്കെ കാലം കഴിഞ്ഞ് കേരളം മാറാൻ പോവാ. കേരളത്തില് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിലേക്ക് എത്തും. അന്ന് സകല ജിഹാദികളുടെയും കടക്കൽ കത്തിവെച്ച് സകലതിനെയും അങ്ങ് ഓടിക്കൂ. ഒരു തർക്കമില്ല. ഇവിടെ രാജ്യത്തോട് ചേർന്ന് നിൽക്കുന്ന മതങ്ങൾ, അതായത് എല്ലാ മതം, മുസ്ലിം ആയിക്കൊള്ളട്ടെ, ക്രിസ്ത്യാനി ആയിക്കൊള്ളട്ടെ, ഹിന്ദു ആയിക്കൊള്ളട്ടെ, എല്ലാ മതത്തിലുള്ള ആളുകളെയും ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും ഈ സംവിധാനത്തെ കൂട്ടിപ്പിടിക്കും. പക്ഷെ ജിഹാദികളെ ഒറ്റപ്പെടുത്തും, ജിഹാദികളെ ചവിട്ടിപ്പുറത്താക്കും. അത് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടുള്ള UAE ഉൾപ്പെടെ, സൗദി അറേബ്യ ഉൾപ്പെടെ, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ ചെയ്യുന്നതാ. ഈ കേരളത്തിലെ വലത് ഇടത് കേന്ദ്രങ്ങള് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ജിഹാദികളെ വളർത്തുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. ഒരാൾക്ക് തന്റെ പൊളിറ്റിക്സ് പോലും പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളത്തിക്കുന്നത്. നമ്മുടെ കേരളത്തില് മോദി, നമ്മുടെ പ്രധാനമന്ത്രിയെ ഇഷ്ടമാണെന്ന് ഒരു സെലിബ്രിറ്റിക്ക് പറയാൻ പോലും പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. അത് ഇടത് വലത് കേന്ദ്രങ്ങള് നമ്മുടെ കേരളത്തിൽ അത്രത്തോളം ജിഹാദികളെ വളർത്തിയത് കൊണ്ടുള്ളതാ. ഇപ്പൊ നമ്മളെയൊക്കെ വിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നരേന്ദ്രമോദി ചെയ്യുന്ന നന്മയെ കുറിച്ച് അറിയുന്ന ആളുകൾ. പലർക്കും ഭയമാണ് തുറന്നു പറയാൻ. ആരെ പേടിച്ചിട്ട്? ഈ പറയുന്ന സുഡാപ്പി ജിഹാദികളെ പേടിച്ചിട്ട്. ആ സന്ദർഭത്തിൽ, ആ സാഹചര്യത്തിൽ റോബിൻ രംഗത്തെത്തി ഇതുപോലെ നിലപാട് പ്രഖ്യാപിച്ചത്. വരുന്ന ആളുകളിൽ ഇതിലും അധികം ആളുകൾ ഇതേ നിലപാടായിട്ട് രംഗത്തെത്തോ. അപ്പോഴും ഈ സുഡാപ്പി ജിഹാദിട്ട സംവിധാനങ്ങൾ ഇത്രയും വിളിച്ചാണ് വരിക. നിങ്ങളെ ഒറ്റപ്പെടുത്തൂ. നിങ്ങളാണ് ഒറ്റപ്പെടാൻ പോകുന്നത്. കേരളത്തിൽ ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംവിധാനം കേരളം ഭരിക്കുമെന്നുള്ളതിലൊന്നും ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട. നിലപാട്, എന്ത് നിലപാടാണെങ്കിലും അത് നട്ടല് നിവർത്തി വിളിച്ചു പറഞ്ഞ ഡോക്ടർ റോബിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.